എന്തുകൊണ്ടാണ് അത് മാറ്റേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ അത് മനോഹരമായിരുന്നു. ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് വളരെ ലളിതമായിരുന്നു. വ്യക്തിപരമായി എളുപ്പമല്ല, പക്ഷെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം അർത്ഥവത്താണ്. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിനിടെ KL രാഹുലിനെ മാറ്റി രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ നായകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ ആരംഭിക്കുന്ന ഡേ നൈറ്റ് ടെസ്റ്റ് താൻ മധ്യനിരയിലാകും ബാറ്റ് ചെയ്യുകയെന്ന് രോഹിത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യ വിജയിച്ച പെർത്തിലെ ഓപ്പണിംഗ് ഫോർമുല തനിക്ക് വേണ്ടി പൊളിക്കേണ്ടതില്ലെന്നും KL രാഹുൽ തന്നെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തോട്ടെയെന്നും രോഹിത് പറയുമ്പോൾ അതൊരു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുള്ള മികച്ച തീരുമാനമായിട്ട് കൂടിയാണ് ആരാധകർ കാണേണ്ടത്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനമായിരുന്നു യശസ്വി KL രാഹുൽ ജോഡികൾ നടത്തിയത്. രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ ജയ്സ്വാളിനൊപ്പം 201 റൺസ് കൂട്ടുകെട്ടുണ്ടാക്കാൻ രാഹുലിന് സാധിച്ചിരുന്നു. രാഹുൽ ഓപ്പണറായി തന്നെ തുടരുമ്പോൾ മധ്യനിരയിലെത്തുന്ന രോഹിത് എങ്ങനെ കളിക്കുമെന്നാണ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 2013 ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മധ്യനിര ബാറ്റ്സ്മാനായിരുന്നു രോഹിതിന്റെ അരങ്ങേറ്റം തന്നെ. മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ താരം 177 റൺസ് നേടുകയും ചെയ്തു. കരിയറിന്റെ ആദ്യ 6 വർഷങ്ങളിൽ 5-ാം നമ്പറിലും 6-ാം നമ്പറിലും ബാറ്റ് ചെയ്ത താരം 27 മത്സരങ്ങളിൽ നിന്ന് 39.62 ശരാശരിയിൽ 3 സെഞ്ചുറികൾ ഉൾപ്പെടെ 1585 റൺസ് നേടിയിട്ടുണ്ട്. പിന്നീട് ഓപ്പണറായി മാറിയ രോഹിത് 37 മത്സരങ്ങളിൽ നിന്ന് 44 ശരാശരിയിൽ 2685 റൺസ് നേടി. അതിൽ 9 ടെസ്റ്റ് സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 2018-19 മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് രോഹിത് ശർമ്മ അവസാനമായി മധ്യനിരയിൽ കളിച്ചത്. 114 പന്തിൽ പുറത്താകാതെ 63 റൺസ് നേടിയ പരമ്പരയുടെ 3-ാം ടെസ്റ്റായിരുന്നു അത്. ആ മത്സരത്തിൽ ഇന്ത്യ 137 റൺസിന് വിജയിക്കുകയും ചെയ്തു. 5 വർഷത്തിനു ശേഷം മധ്യനിരയിലേക്ക് തിരിച്ചെത്തുന്ന രോഹിത് ഇന്ത്യയുടെ നിരയിൽ സ്ഥിരതയും ആഴവും കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഫോം കണ്ടെത്താൻ ശ്രമിക്കുന്ന രോഹിതിനും വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യമിടുന്ന ഇന്ത്യക്കും ഈ പിങ്ക് ബോൾ ടെസ്റ്റ് നിർണായകമാണ്.